കീമിന്റെ ട്രയൽ അലോട്ട്മെന്റ് വന്നു. ചിലർക്ക് പ്രതീക്ഷ കോളേജ് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി എന്താണ് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം. ക്യാമ്പസ് നോവയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പ്രതീക്ഷിച്ച കോളേജ് കിട്ടാത്ത ചിലരുണ്ടല്ലോ, ഈ ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്തവർ, അവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ കിട്ടിയ ഓപ്ഷന് താഴെയുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ക്യാൻസൽ ആയി പോകുന്നതാണ്. ഇതിന് തൊട്ട് മേലോട്ടുള്ള കോളേജ് മാത്രമേ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടുള്ള കോളേജസ് താഴോട്ട് ഈ ഒരു കിട്ടിയ ഓപ്ഷൻ താഴോട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇപ്പം തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു മേളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റിലേക്കോ തേർഡ് അലോട്ട്മെന്റിലേക്കൊക്കെ ഈ ഒരു ഓപ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ മേളിൽ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിലേക്ക് അഡ്മിഷന് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു രീതിയിലാണ് കീമിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ തീർച്ചയായും തന്നെ ഇപ്പോൾ തന്നെ അത് എഡിറ്റ് ചെയ്ത് മാറ്റുക. എനിക്കൊന്ന് 19-ാം തീയതി 12 മണി വരെ നമുക്ക് ഈ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് കംഫർട്ടല്ല, അത് ആ ഒരു കോളേജ് തന്നെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും തൊട്ട് താഴെ ഇരിക്കുന്ന 3 കോളേജെങ്കിലും മേലോട്ട് ഓപ്ഷന് മാറ്റുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ കിട്ടും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലും മേളിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് തരണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.